എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിലെ ഫിൽട്ടർ ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു ഫംഗ്ഷൻ വളരെ ഡൈനാമിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ മൾട്ടിപ്പിൾ മാച്ച് റിസൾട്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും, മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു ഫിൽട്ടർ ഫംഗ്ഷൻ എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടി ഒരു സെയിൽസ് ഡാറ്റ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഗ്രോസറി ഐറ്റത്തിൻ്റെ ഏരിയ വൈസിലുള്ള ഐറ്റം സെയിൽ, അതിൻ്റെ ഇൻകം എന്നിങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഈ ഒരു ഏരിയ വൈസ് ഉള്ള ഐറ്റം സെയിൽസ് ഇൻകം, അതായത് ഐറ്റം സെയിൽസ് ഇൻകം എന്നീ ഡാറ്റ പോപ്പപ്പ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഫിൽട്ടർ ഫംഗ്ഷൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ഏരിയയുടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ ചെയ്യുന്നത് ഡാറ്റ വാലിഡേഷൻ, ആഡ് റൂൾ, ഡ്രോപ്പ് ഡൗൺ ഫ്രം റേഞ്ച് നമ്മൾ ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഇത് ഏകദേശം 38ഓളം ഡാറ്റയുള്ളൊരു റേഞ്ചാണ്. ഞാനിപ്പോൾ ഇത് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ വെച്ചിട്ട് ഈ B10 എന്നുള്ളതിൻ്റെ 10 ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അതായത് B4 to B എന്ന് പറഞ്ഞാൽ B4 മുതൽ B എന്ന കോളത്തിൻ്റെ എൻഡ് വരെയുള്ള ഡാറ്റയെ നമുക്ക് പോപ്പപ്പ് ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പോഴുള്ള ഡാറ്റ കൂടാതെ മറ്റു ഡാറ്റകൾ ആഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് അതും കൂടി ഡൈനാമിക്കായിട്ട് നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ യുണീക്കായിട്ടുള്ള ഏരിയ, സെയിൽസ് ഡാറ്റയിലെ ഏരിയ. ഇനി നമ്മൾക്ക് ഫിൽട്ടർ ഫംഗ്ഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഈക്വൽ ടു ഫിൽട്ടർ ഇവിടെ വന്നിട്ടുണ്ട്. ടാബ് കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ ഫിൽട്ടർ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഒന്ന് റേഞ്ച്, 2 കണ്ടീഷൻ 1 കണ്ടീഷൻ 2 എന്ന് തുടങ്ങിയിട്ട് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾക്ക് റിസൾട്ടായിട്ട് കിട്ടേണ്ടത്. നമ്മൾക്ക് ഒരു ക്രൈറ്റീരിയ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് റിസൾട്ടായിട്ട് കിട്ടേണ്ടത്, അതിനെയാണ് റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ റേഞ്ചിൽ വരേണ്ട റിസൾട്ട് ഏതൊക്കെ കണ്ടീഷൻസിന് മാച്ച് ചെയ്തുകൊണ്ടായിരിക്കണം, അതാണ് കണ്ടീഷൻ 1 കണ്ടീഷൻ 2 എന്ന് കൊടുക്കും. ഇവിടെ ഒരു ഇൻബിൽറ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. A to B26, അതായത് നമ്മൾക്ക് പോപ്പപ്പ് ചെയ്ത് വരേണ്ട റിസൾട്ട്, അതിൻ്റെ കണ്ടീഷൻസാണ് അടുത്ത് വരുന്നത്. ഇവിടെ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ ഫങ്ഷൻസ് ആണ് ഫിൽട്ടറിന് വേണ്ടി ഉപയോഗിക്കുക. അതായത് ട്രൂ ഓർ ഫോൾസ് എന്നായിരിക്കും വാല്യൂ വരുന്നത്. എന്ന് വെച്ചാൽ ഈ A26 ഗ്രേറ്റർ ദാൻ 5 എന്ന ഈ ലോജിക്കൽ ഫങ്ഷനിൽ A26 ഗ്രേറ്റർ ദാൻ 5 എന്ന വാല്യൂ ഉണ്ടെങ്കിൽ അത് പോപ്പപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത് ഒഴിവാക്കും. ഇവിടെ 2 കണ്ടീഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. A26 ഗ്രേറ്റർ ദാൻ 5, D26 ലെസ് ദാൻ 10. ഈ 2 ഫംഗ്ഷനും മീറ്റ് ചെയ്യുന്ന വാല്യൂസ് വരും. ട്രൂ ആയിട്ടുള്ള വാല്യൂകൾ മാത്രമേ നമ്മൾക്ക് കിട്ടും. ഇപ്പോൾ നമ്മളെ സിനാരിയോ എടുത്താൽ നമ്മൾക്ക് വേണ്ടത്, നമ്മൾക്ക് റേഞ്ച് എന്ന റിസൾട്ടായിട്ട് വരേണ്ട റേഞ്ചസ് ഈ ഐറ്റം സെയിൽ ഇൻകം എന്നതാണ്. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഈ 3 കോളം സെലക്ട് ചെയ്തിട്ടുണ്ട് ഐറ്റം സെയിൽ ഇൻകം ആയിട്ട് കിട്ടാൻ. ഇത് സിംഗിൾ കോളത്തിൽ മതിയെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യുക. എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്താലും ഇവിടെ നോക്കിയാൽ ഒരു റേഞ്ചായിട്ടാണ് കാണുക. സിംഗിൾ ആയാലും മൾട്ടിപ്പിൾ കോളംസ് ആയാലും ഒരു റേഞ്ചായിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ C4 C12 മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഈ C12 ഈ 12 ഞാൻ എടുത്തു കളയുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ C4 മുതൽ ഈ ലാസ്റ്റ് വരെയുള്ള
അതായത് ഈ കോളം ലാസ്റ്റ് വരെ C4 ടു ഈ ലാസ്റ്റ് വരെയുള്ള എല്ലാ ഡാറ്റയെയും നമ്മൾക്ക് പോപ്പപ്പ് ചെയ്ത് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കോമ ഇടുന്നു. ഇനി അടുത്തൊരു കണ്ടീഷൻ കൊടുക്കുന്നത്, നമ്മൾ ഒരു ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏരിയ വൈസുള്ള. അപ്പോൾ അതിലേക്ക് പോപ്പപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അടുത്ത കണ്ടീഷൻ കൊടുക്കുന്നത് ഈ ഏരിയ ഞാൻ ഇതും കളയുന്നു. ഏരിയ B4 ടു B, അതായത് B4 മുതൽ B എൻഡ് വരെ, B കോളത്തിൻ്റെ എൻഡ് വരെയുള്ള ഡാറ്റ ഈക്വൽ ടു H2, അതായത് നമ്മളുടെ ഏരിയ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഫിൽട്ടർ ഫോർമുല ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബ്ലാങ്ക് ആയതുകൊണ്ടാണ് നമ്മൾക്ക് റിസൾട്ടൊന്നും വരാത്തത്. ഇവിടെ ഞാൻ കേരള സെലക്ട് ചെയ്യുന്നു. കേരള സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഐറ്റം, സെയിൽ, ഇൻകം എന്നീ എല്ലാ ഡാറ്റകളും പോപ്പപ്പ് ചെയ്തു വന്നിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇനി മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ചില ഐറ്റത്തിന് സെയിലുമില്ല പ്രോഫിറ്റുമില്ലാത്ത ചില ഐറ്റങ്ങളുണ്ട്. ഇത് നമുക്ക് ഇഗ്നോർ ചെയ്തിട്ടാണ് വരേണ്ടതെങ്കിൽ നമ്മൾക്കൊരു ലോജിക്കൽ ഫംഗ്ഷൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഡിയിലുള്ള ഡാറ്റ, അതായത് സെയിൽസ് ഡാറ്റ D4 ടു D ഗ്രേറ്റർ ദാൻ 0, ഇങ്ങനെ ഒരു ഫംഗ്ഷനോട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ 0 ഉള്ള എല്ലാ സെയിൽസ് ഡാറ്റയും ഇഗ്നോർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 0 ഉള്ള എല്ലാ ഡാറ്റയും ഇഗ്നോർ ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ കർണാടകയിൽ ഇവിടെ നോക്കിയാൽ കാണാം 00 ഉണ്ട്. കർണാടക സെലക്ട് ചെയ്താൽ കർണാടക, ആ 0 ഡാറ്റ ഇഗ്നോർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഫിൽട്ടർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ ഒരു ഡാറ്റയെ ഒരു അസെൻഡിങ് ഓർ ഡിസെൻഡിങ് എന്ന രീതിയിൽ ഓർഡർ ചെയ്യാൻ, അതായത് ഈ വാല്യൂസിന് നമ്മൾ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ചെയ്യാം. നമുക്കിപ്പോൾ അസെൻഡിങ് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. അതിന് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ കൂടെ, അതായത് ഈ ഫിൽട്ടർ ഫംഗ്ഷൻ്റെ കൂടെ മറ്റൊരു ഫംഗ്ഷൻ കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ സോർട്ട് എന്ന ഫംഗ്ഷൻ, SORT, സോർട്ട് എന്നാൽ വീണ്ടും റേഞ്ച്, സോർട്ട് കോളം, ഈസ് അസെൻഡിങ്, സോർട്ട് കോളം ടു, ഈസ് അസെൻഡിങ് എന്നിങ്ങനെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ പോകുന്നത്. ഇപ്പോൾ നമ്മൾ സോർട്ട് കൊടുത്തു, റേഞ്ചായിട്ട് നമ്മളുടെ ഹോൾ ഫിൽട്ടർ ഫംഗ്ഷൻ, കോമ. ഇനി നമ്മൾക്ക് ഈ ഫിൽട്ടറിൽ നോക്കിയാൽ കാണാം ഇവിടെ ട്രൂ ഫോൾസ് ആണ് വന്നിരിക്കുന്നത് സോർട്ടിൽ. അതുപോലെ തന്നെ സോർട്ട് കോളം എന്നൊരു ഫംഗ്ഷൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇവിടെ G മുതൽ I വരെയുള്ളതിലാണ്, അതായത് കോളം 1, 2, 3 എന്നിങ്ങനെ. അപ്പോൾ നമ്മൾക്ക് ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യേണ്ടത് കോളം നമ്പർ 3യിലാണ്. അപ്പോൾ നമ്മളിവിടെ 3 എന്ന് കൊടുക്കുന്നു, കോമ, നമ്മൾക്ക് ട്രൂ അസെൻഡിങ്ങിന് ട്രൂ കൊടുക്കുന്നു. ഓക്കെ, എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ ഡാറ്റ ശ്രദ്ധിച്ചാൽ കാണാം അസെൻഡിങ് ഏറ്റവും കുറഞ്ഞത് മുകളിലും കൂടുതൽ ലാസ്റ്റിലുമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഫിൽട്ടർ ഫംഗ്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫിൽട്ടർ ഡാറ്റകൾ, അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന റേഞ്ച് ആയാലും ക്രൈറ്റീരിയ ആയാലും നമ്മളുടെ കോളംസ് സെയിം ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. സെയിം ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഫിൽട്ടർ ഫംഗ്ഷൻ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. ഈ ഫിൽട്ടർ ഫംഗ്ഷൻ ഞാനിവിടെ വിശദീകരിച്ചത് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.